5 വർഷം കൂടി നമ്മുടെ കപ്പൽ ഡ്രൈ ഡോക്കിൽ കരയ്ക്ക് കട്ടപ്പുറത്ത് കയറിയിരിക്കുവാണ്. ഒരു രോഗിയുടെ ഹൃദയതാളം ഡോക്ടർ നോക്കുന്നത് പോലെ കപ്പലിൻ്റെ നെഞ്ചിടിപ്പ് നോക്കുന്നതല്ല. കപ്പലുണ്ടാക്കിയേക്കുന്നത് സ്റ്റീൽ വെച്ചിട്ടാണല്ലോ, അപ്പം അതിൻ്റെ തിക്നെസ്, കട്ടി കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. കപ്പലിൻ്റെ പല ഭാഗത്തായിട്ട് തിക്നെസ് ചെക്ക് ചെയ്തിട്ട് ഒരു നിശ്ചിത പരിധിക്ക് താഴെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തെ സ്റ്റീല് ഈ ഡ്രൈ ഡോക്കിൽ റിന്യൂ ചെയ്ത് പുതുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ തിക്നെസ് ചെക്ക് ചെയ്യുന്നത് കോട്ടയംകാരനായ അജീഷും കൊല്ലംകാരനായ അരുണും കൂടെ ചേർന്നാണ്. ഇവർ ഈ കയറി നിൽക്കുന്നത് കപ്പലിൻ്റെ ഏറ്റവും മുൻവശത്തുള്ള ബൗത്രസ്റ്ററിൻ്റെ ടണലിലാണ്. ഈ ബൗത്രസ്റ്റർ എന്ന് പറഞ്ഞ ഈ ഒരു മെഷീനറി കപ്പൽ തുറമുഖത്ത് അടുക്കുന്ന സമയത്ത് കപ്പലിൻ്റെ മുൻവശത്തിനെ സൈഡിലേക്ക് നീങ്ങാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അത്യാവശ്യം വലിപ്പമുണ്ട്. ഒരു പ്രൊപ്പലറിൻ്റെ മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ പോലും അത്യാവശ്യം സൈസുണ്ട്. അത് കാണിക്കാനാണ് 6 അടി പൊക്കമുള്ള ഞാൻ അതിനകത്ത് കയറി അതിൻ്റെ ഒരു വലിപ്പത്തിനെ പറ്റി ഉള്ള ഒരു ബോധം തരുന്നത്. അതിനകത്ത് നിറയെ കക്കയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു ഡ്രൈ ഡോക്കിൽ വൃത്തിയാക്കി പെയിൻ്റ് അടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ടണൽ ഭാഗത്തെ സ്റ്റീലൊക്കെ പെട്ടെന്ന് നശിച്ചു പോകാതിരിക്കാനായിട്ട് ആനോഡ്സ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കാത്തോട്ടിക് പ്രൊട്ടക്ഷൻ വെച്ചിട്ട് ആ ഒരു സംഭവം ദ്രവിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രൈ ഡോക്കിൽ ഈ സാധനങ്ങളൊക്കെ പഴയത് മാറ്റി പുതിയത് പിടിപ്പിക്കേണ്ടതുണ്ട്. അപ്പം കൂടുതൽ വിശേഷങ്ങളായിട്ട് ഉടനെ വരുന്നതാണ്.